പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ കൂടെ ഒരു ദിവസം സമയം ചെലവിടുന്നത്, അവന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാണ്. ദിസ് ഇസ് വാല്യൂ ടൈം വി ആർ സ്പെൻഡിങ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. അവനൊക്കെ ആ ക്രിസ്തുവിൽ വേരൂന്നി ആരംഭിക്കുന്ന ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ദോഷമായിട്ടൊന്നും വരത്തില്ല, അത് നന്മയായിട്ട് മാറും. ഇന്ന് ഈ പ്രഭാതത്തിൽ നേരെ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുമ്പം ഈ ആരും അതിന് അധീനരല്ല. എല്ലാവർക്കും ദേഷ്യം വരാറുണ്ട്, ഫ്രസ്ട്രേഷൻ വരാറുണ്ട്, ഈ ഭാരം വരാറുണ്ട്, ഭയം വരാറുണ്ട്, നിരാശ വരാറുണ്ട്. പലപ്പോഴും ഈ നിരാശയിൽ നിന്നൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യും. നമ്മൾ വിചാരിച്ച പോലെ ചില കാര്യങ്ങൾ നടന്നില്ലെന്ന് വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. നമ്മുടെ ഇഷ്ടത്തിനൊത്തവണ്ണം ചിലര് പ്രവർത്തിച്ചില്ല എന്ന് വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചിലരെ ഏൽപ്പിച്ചു അത് ഉത്തരവാദിത്വത്തോടെ അത് മര്യാദയ്ക്ക് ചിലരൊക്കെ ചെയ്യാതിരിക്കുമ്പം പെട്ടെന്ന് നമുക്ക് നമ്മുടെ വി ലൂസ് അവർ ടെമ്പർ. അങ്ങനെ നമ്മുടെ ടെമ്പർ ലൂസ് ചെയ്യാത്ത ആരും, ഇന്ന് വരെ ദേഷ്യപ്പെട്ടിട്ടില്ലാത്ത ആരും ഈ ലോകത്തിലില്ല. ഇതെല്ലാം ദിസ് ഹാപ്പൻ ടു എവറി പേഴ്സൺ, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ദിസ് ഹാപ്പൻ. ഇപ്പം ഷീന എന്നീ പ്രോഗ്രാമിലില്ല, അല്ലെങ്കിൽ ഞാൻ ഷീനയോട് ചോദിച്ചതിന്, ഇപ്പം നമുക്ക് വീട്ടിൽ നിറച്ച് ഗസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഗസ്റ്റിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. ആ പ്രിപ്പയർ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ എത്ര വളരെ സൂക്ഷിച്ച് ചെയ്താലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ ചിലപ്പോൾ ഭംഗിയായിട്ട് വരത്തില്ല. അന്നേരം പെട്ടെന്ന് ഞാൻ ഷീനയോട് രാവിലെ ചോദിച്ചായിരുന്നു, ഷീന എന്നായിരിക്കും റിയാക്ഷൻ? ചില കാര്യങ്ങളൊക്കെ ഗസ്റ്റ് വരുന്നു, അവർക്ക് വേണ്ടി എല്ലാം ഒരുക്കുന്നു, പ്രിപ്പയർ ചെയ്യുന്നു. ആ പ്രിപ്പയർ ചെയ്ത ചില കാര്യങ്ങൾ ശരിയായിട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പം എന്നായിരിക്കും, ഹൗ ഡു യു റിയാക്ട്? അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് സങ്കടം വരും, ഞാനത് ബെറ്റർ ആക്കാൻ നോക്കും. അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും, അല്ലേ? ആ തവിയൊക്കെ വേണമെങ്കിൽ എടുത്തൊരു ഇടിയിലൊക്കെ നമ്മൾ ഇടും, അല്ലേ? ഇതുപോലെയാണ് നമ്മളെല്ലാവരും. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ദേഷ്യപ്പെടാത്തവരും, നമ്മുടെ ഇമോഷൻസ് നമ്മളെ ഭരിച്ച ഒത്തിരി സമയങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്ന് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ പ്രഭാതത്തിൽ ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വായിക്കുന്ന കുറിവാക്യം ഫിലിപ്പി ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താണോ നമുക്ക് ഈ ലോകത്ത് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഞാൻ ദേഷ്യപ്പെട്ടിട്ടും റിയാക്ട് ചെയ്തിട്ടും ഒക്കെ ഉള്ള ഒത്തിരി സാഹചര്യങ്ങൾ ഇപ്പോഴും എനിക്ക് വരും. എനിക്ക് ഇമോഷൻസിനെ അതിനെ പൂർണ്ണമായിട്ടും എനിക്ക് കൺട്രോൾ ചെയ്യാൻ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ സാധിച്ചിട്ടില്ല. അത് ചെയ്യാവോ നോക്കാം, പക്ഷേ ഐ എം സോ മച്ച് ബെറ്റർ. എനിക്കൊരു കാര്യം അറിയാം, പഴയതുപോലെയല്ല, ഒത്തിരി ബെറ്ററാണ്. ഞാൻ ചില കാര്യങ്ങളിലൊക്കെ ഞാൻ ഒഴിഞ്ഞു പോകും, ചില കാര്യങ്ങളിലൊക്കെ മിണ്ടാതെ ഞാൻ തലതിരിച്ചു പോകും. അവിടെ റിയാക്ട് ചെയ്യേണ്ട സ്ഥാനത്ത് ഒന്നും റിയാക്ട് ചെയ്യാതെ തലതിരിച്ചു പോകും. ഇത് ഒത്തിരി വർഷം കൊണ്ട് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ മാസ്റ്റർ ചെയ്യാൻ സാധിച്ചത്. നമുക്ക് എല്ലാവർക്കും ഈ ഏറിയയിൽ നമുക്ക് ബലഹീനതകളുണ്ട്, വീക്ക്നെസ് ഉണ്ട്. എന്നാൽ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ് അതിനെ മാസ്റ്റർ ചെയ്യണം. ഹൗ ടു മാസ്റ്റർ ഇറ്റ്? എങ്ങനെയാണ് എൻ്റെ ഇമോഷൻസിനെ ഞാൻ കൺട്രോൾ ചെയ്യുന്നത്? നമുക്ക് നല്ലൊരു ഭാഗം നോക്കിയാൽ എൻ്റെ കർത്താവിൽ നിന്ന് പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കർത്താവിനെ നോക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടെ എബ്രായ ലേഖനക്കാരൻ അതിൻ്റെ 12-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അധ്യായമാണ്. അവിടെ 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, വിശ്വാസത്തിന്റെ നായകനും
പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കോപ്പി ചെയ്യണമെങ്കിൽ നോക്ക്, അത് യേശുവിൽ നിന്ന് വേണം കോപ്പി ചെയ്യാൻ. ബാക്കി എല്ലാവരും അല്ലെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ജീവിതത്തിൽ വീക്ക്നെസ് ഉള്ളവരാണ്, ബലഹീനതയുള്ളവരാണ്. നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ റിയാക്ട് ചെയ്യുന്നവരാണ്, പല കാര്യങ്ങളിലും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നവരാണ്, പല കാര്യങ്ങളിലും നമ്മുടെ കൂൾ നഷ്ടപ്പെടുന്ന വ്യക്തികളാണ്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഹേസി ആയിട്ട് ചെയ്യുന്നവരാണ് അല്ലെ. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന് പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ ഓർപ്പിക്കുകയാണ്, ക്രിസ്തു യേശുവിലുള്ള അതേ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കണം. എബ്രായ ലേഖനത്തിലോട്ട് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, നോക്ക്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കും. ആരിൽ നിന്നേ പഠിക്കാൻ കൊള്ളാവുള്ളൂ? യേശുവിൽ നിന്ന് മാത്രമേ നമുക്ക് പഠിക്കാൻ കൊള്ളാവുള്ളൂ. യേശുവിനെ നോക്കി നിങ്ങൾ കോപ്പി ചെയ്യാൻ തുടങ്ങിയാൽ വി ക്യാൻ ചേഞ്ച് അവർ സെൽഫ്, വി ക്യാൻ മാനേജ് അവർ സെൽഫ്. എന്നെ തന്നെ ഒന്ന് നന്നാക്കി എടുക്കാൻ, ഒരു റിപ്പയർ ചെയ്യാൻ, എന്നെ തന്നെ മാറ്റാൻ, എൻ്റെ ആറ്റിറ്റ്യൂഡിനെ മാറ്റാൻ, എൻ്റെ സ്വഭാവത്തെ മാറ്റാൻ, എൻ്റെ ചിന്തകളെ മാറ്റാൻ, നോക്ക്, എൻ്റെ റിയാക്ഷനെ മാറ്റാൻ ഒക്കെ നോക്ക് എനിക്ക് സാധിക്കും. ആരെ നോക്കിയാൽ സാധിക്കും? യേശുവിനെ നോക്കിയാൽ സാധിക്കും. മറ്റുള്ള ലോകത്തിലുള്ള ഈ ദൈവവചനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന മുഴുവൻ പേരെയും നോക്കുമ്പോൾ അവരെല്ലാം, ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ഉള്ളിലോട്ട് വന്ന ചിന്ത ഇതായതുകൊണ്ട് ഞാൻ വാസ്തവത്തിൽ ഞാൻ ദൈവവചനത്തിലൂടെ ഐ വാസ് നാവിഗേറ്റിംഗ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിലൊക്കെ നോക്കിയപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നോക്കിയാൽ അനേകർ റിയാക്ട് ചെയ്തവരെ, കോപം വന്നിട്ട്, ദേഷ്യം വന്നിട്ട്, അവരെ തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കാഞ്ഞിട്ട് റിയാക്ട് ചെയ്ത് ഒത്തിരി പേരെ ദൈവവചനത്തിൽ കാണുന്നുണ്ട്. സോ ഒന്ന് രണ്ട് പേരുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എബ്രായ ലേഖനക്കാരൻ പറയുകയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവീൻ. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് തന്റെ അപമാനം അലക്ഷ്യമാക്കി കളഞ്ഞ് ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് താൻ ഇരിക്കുകയും ചെയ്തു. നോക്കുക, താൻ ക്രൂശ്, ഹി എൻഡ്യൂവേർഡ് ദ ക്രോസ്, താൻ ക്രൂശിനെ എന്ത് ചെയ്തു? സഹിച്ചു. വാസ്തവത്തിൽ നോക്ക്, ഹി വെന്റ് ത്രൂ സച്ച് എ ട്രിബിൾ, അതുപോലെയുള്ള ഉപദ്രവത്തിലൂടെയാണ് എൻ്റെ കർത്താവ് കടന്നുപോയത്. എന്നാൽ ആ ഉപദ്രവത്തിലൂടെ കടന്നു പോകുമ്പോഴും എൻ്റെ കർത്താവ് എന്ത് ചെയ്തു? ആ ക്രൂശിനെ കർത്താവ് സഹിച്ചു. താൻ ക്രൂശിലെ മരണത്തോളം മൗനമായിരുന്നു, മിണ്ടാതെയിരുന്നു, റിയാക്ട് ചെയ്യാതിരുന്നു. വേണമെങ്കിൽ തനിക്ക് റിയാക്ട്, ക്രൂശിൽ കർത്താവ് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും കർത്താവ് വിളിച്ചു പറഞ്ഞത്. ഒന്ന്, ഇവരുടെ പാപം. അതാണ്, ദാറ്റ്സ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ഇൻ അവർ ലൈഫ് അല്ലെ. നോക്ക്, നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ അവരോട് ക്ഷമിക്കുകയാണ്. അവരുടെ പാപം അവർക്ക് നിർത്തരുതേ പിതാവേ എന്ന് പറയുകയാണ്. തന്നെ ഉപദ്രവിച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റും. കുറച്ച് നമ്മൾ പറയും കാലം മായ്ക്കാത്തതൊന്നുമില്ല അല്ലെ. കുറച്ച് കാലം കഴിയുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകും. അവർ ചെയ്തതും ഇവർ പറഞ്ഞതും ഒക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ മറന്നുപോകും. പക്ഷേ വെൻ യു ഗോ ത്രൂ ദിസ് തിങ്, ഇതിന്റെ അകത്തൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ നോക്ക്, ആ വെല്ലുവിളി ഭയങ്കരമാണ്. എന്നാൽ അതിലൂടെ കടന്നു പോകുമ്പോൾ, ആ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, ആ നിന്ദയിലും പരിഹാസത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ കർത്താവ് അവരോട് ക്ഷമിക്കുകയാണ്. നോക്ക്, ഇവരുടെ പാപം നിർത്തരുത്. രണ്ടാമത് ക്രൂശിൽ കർത്താവ് പറയുന്ന ഒരു കാര്യം നോക്ക്, ഏലി ഏലി ലമ്മ ശബത്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് സ്വർഗത്തിലോട്ട് നോക്കി പിതാവിനോട് താൻ ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. നോക്ക്, എന്റെയും നിങ്ങളുടെയും മുഖമോർത്തപ്പോൾ ആ പിതാവ് സ്വന്തം പുത്രനെ ആ കാൽവറി ക്രൂശിൽ യാഗമാക്കി തീർത്തു. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നമുക്ക് എന്തെങ്കിലും കോപ്പി ചെയ്യണമെങ്കിൽ യേശുവിൽ നിന്ന് മാത്രമേ നമുക്ക് കോപ്പി ഫ്രം ജീസസ്. ക്രിസ്തു യേശുവിലുള്ള അതേ ഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ഹൗ ഡിഡ് ജീസസ് മാനേജ് ഇറ്റ്? യേശു അത് മാനേജ് ചെയ്ത ഒറ്റ കാര്യത്തിലാണ്, ഇൻ ഹിസ് പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ. തന്റെ പ്രാർത്ഥനയിലും ആ കർത്താവിനോട്, തന്റെ പിതാവിനോട് തന്റെ വാക്കിൽ താൻ കീഴ്പ്പെട്ടിരുന്നു. നോക്ക്, പിതാവിനോട് നോക്ക് അനുസരണമുള്ളവരായി
കർത്താവ് തീർന്നു. എന്തിനാണോ പിതാവ് തന്നെ അയച്ചിരിക്കുന്നത് ആ ദൗത്യമായിരുന്നു തന്റെ ഫോക്കസ്. ആ പിതാവിനോട് അനുസരണമുള്ളവനായി തീർന്ന് തന്റെ വാക്കിന് താൻ കീഴ്പ്പെട്ട് നോക്ക് പ്രാർത്ഥനയിൽ he was praying, he was always fellowshipping with God. അധികാലത്തെ ഇരുട്ടുള്ള സമയത്ത് എഴുന്നേറ്റ് കർത്താവ് ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് ദൂരത്ത് പോയി ഒറ്റയ്ക്ക് പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. തന്റെ വേദനപ്പെട്ട സമയത്ത് നമ്മൾ ഏറ്റവും അധികം കാണുന്നത് ആ ഗത്സമനയിൽ കർത്താവ് പ്രാർത്ഥിക്കാൻ. തനിക്ക് വലിയ വേദനയുണ്ടായി, കഴിയുമെങ്കിൽ കർത്താവേ പിതാവേ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്. എന്നാൽ അടുത്ത നിമിഷം പ്രാർത്ഥിക്കുകയാണ്, എന്നാൽ എന്റെ ഹിതമല്ല നിന്റെ ഹിതം വേണം നടക്കാൻ. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി തന്നെ ബലപ്പെടുത്തിയെന്ന് നമ്മൾ വായിക്കുന്നു. നോക്ക്, മഹത്വം പിതാവാം ദൈവം തന്റെ മേൽ അയച്ചു, അഭിഷേകം പിതാവാം ദൈവം തന്റെ മേൽ അയച്ചു. തനിക്ക് വേദന കൊണ്ട് തന്റെ വേർപ്പ് തുള്ളികൾ പോലും രക്തത്തുള്ളികൾ പോലെ മാറ്റപ്പെട്ടു. അതുപോലെ he was in such a pain, അതുപോലെയുള്ള വേദനയിലായി. പക്ഷേ he prayed until he had peace. തനിക്ക് സമാധാനം വരുവോളം എന്റെ കർത്താവ് പ്രാർത്ഥിച്ചു. when he had the encounter, he had that peace. ആ സമാധാനം വന്നപ്പോൾ കർത്താവ് എഴുന്നേറ്റ് തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അവരെ നമുക്കറിയാം, ആ ഭാഗത്തിലോട്ട് ഞാൻ പോകുന്നില്ല, അവർ ഉറങ്ങുമായിരുന്നു അല്ലെ. വീണ്ടും അവരുടെ അടുത്ത് കർത്താവ് പ്രാർത്ഥിച്ചിട്ട് ചെല്ലുമ്പോൾ അവരെ ഉറങ്ങുന്നവരായി കണ്ടു. പക്ഷേ ശിഷ്യന്മാരുടെ അടുത്ത് തനിക്ക് ആ സമാധാനം ലഭിച്ചപ്പോൾ കർത്താവിന്റെ അടുത്ത് മടങ്ങിച്ചെന്നു. ആ ഗത്സമനയിൽ കർത്താവ് നിൽക്കുമ്പോൾ കർത്താവിനെ പിടിക്കുവാൻ പടയാളികൾ നോക്ക്, ആ യഹൂദന്മാർ, ആ പടയാളികൾ കർത്താവിനെ പിടിക്കുവാൻ വേണ്ടി വന്നു. ആ പിടിക്കാൻ വേണ്ടി വന്നു ആ ഭാഗം മാത്രം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ ഇത് 4 സുവിശേഷങ്ങളിലുമുണ്ട്. മത്തായി സുവിശേഷത്തിലുണ്ട്, മർക്കോസിലുണ്ട്, ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, യോഹന്നാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ യോഹന്നാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം മാത്രം ഒന്ന് വായിക്കാം. അതിന്റെ 18-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുകയാണ്. ശീമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്തുകാത് അറുത്തു കളഞ്ഞു. നോക്ക്, വാസ്തവത്തിൽ ഈ ഒരു പ്രയാസത്തിലൂടെ പോകുമ്പോൾ, ഈ വെല്ലുവിളികളിലൂടെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ട്രബിൾഡ് ആകേണ്ടത് ആരാ? ഏറ്റവും കൂടുതൽ വേദനപ്പെടേണ്ടത്, ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യേണ്ട ആള് യേശുവായിരുന്നു. പക്ഷെ എന്റെ കർത്താവ് അവിടെ റിയാക്ട് ചെയ്യുന്നില്ല. എന്റെ കർത്താവ് അവിടെ എന്ത് ചെയ്യുകയാണ്? മിണ്ടാതെ ഇരിക്കുകയാണ്. തന്നെ പിടിക്കുക. ഇതിൽ യേശു ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയാ, ഇറ്റ്സ് മീ, ഞാനാണ് യേശു. കർത്താവിനവിടെ ഭാരമില്ല. കാരണം തന്റെ ദൗത്യം, താൻ ഇതിനു വേണ്ടിയാണ് തന്റെ പിതാവ് തന്നെ ഭൂമിയിലേക്ക് അയച്ചെന്നുള്ള നല്ല ഉറപ്പുണ്ട്. താൻ ആരുടെ കയ്യിലാണ് താൻ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് നല്ല ഉറപ്പും ധൈര്യവും തനിക്കുണ്ട്. ജീസസ് ഹാഡ് ദാറ്റ് പീസ്. എവിടുന്നാ ഇത് കിട്ടിയത്? പിതാവിൽ നിന്ന്. ഞാൻ ഇന്ന് കേൾക്കുന്ന സഹോദരങ്ങളോട് പറയാം, എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, ഞാനിതൊന്നും ഈ പൗലോസ് പറഞ്ഞതുപോലെ ലഭിച്ചുവെന്നോ തികഞ്ഞുവെന്നോ ഒന്നും ഞാൻ ഐ ക്ലെയിം നത്തിങ്. എനിക്കൊന്നും ക്ലെയിം ചെയ്യാനില്ല. പക്ഷെ എനിക്കും അത് പോള് പറഞ്ഞതുപോലെ എനിക്കും അത് പിടിക്കാമോ എന്ന് കരുതി ഞാൻ ഓടുന്നത് മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് നന്നാകാൻ പറ്റുമോ? നന്നായിട്ടില്ല ഇതുവരെ. ഒത്തിരി ഏറിയ ജീവിതത്തിൽ നന്നാകാനുണ്ട്. ഇപ്പോഴും ദേഷ്യം വരും, ഇപ്പോഴും പ്രയാസം വരും. നിങ്ങളോട് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ട് ചില സമയത്ത് പടപടപെടാതെ നെഞ്ചിടിക്കുന്ന സമയങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ വരും. ഇതെല്ലാം ആസ് എ ഹ്യൂമൻ, ഇതെല്ലാം നമ്മൾ വി ആർ ഓൾ എക്സ്പോസ്ഡ് ടു ഓൾ ദീസ് തിങ്സ്. ഇതിനെല്ലാം നമ്മൾ എക്സ്പോസ്ഡ് ആണ്. പക്ഷേ അതിനെ മാനേജ് ചെയ്യുന്ന, അതിനെ പ്രാർത്ഥനയിൽ യേശു എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്തത്? കർത്താവ് ആ ഗത്സമനയിൽ പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. വാസ്തവത്തിൽ പത്രോസ് എന്ത് ചെയ്തു? അവര് ഒന്നിച്ചാ നടന്നത് അല്ലെ. പത്രോസ് വാളെടുത്ത് നോക്ക്, ആ പടയാളികളുടെ ചെവി മുറിച്ച് താഴെയിട്ടു. പക്ഷെ ആരായിരുന്നു ഭാരപ്പെടേണ്ടത്? യേശു ആയിരുന്നല്ലോ ഭാരപ്പെടേണ്ടേ. യേശുവിനവിടെ ഭാരം വന്നില്ല, യേശുവിനവിടെ ദേഷ്യം വന്നില്ല. പക്ഷെ പത്രോസിന് അവിടെ ദേഷ്യം വന്നു. എല്ലാ കർത്താവ് അവരോട് പറഞ്ഞത്, ഗെത്സമനയിൽ തോട്ടത്തിൽ ഇരുന്നപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞത്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞത്. പ്രേ. കാരണം കർത്താവ് അവൻ ആദ്യം തന്നെ അവസാനം അറിയുന്നവനാ അല്ലെ. ആ മുമ്പിൽ തനിക്ക് വരുന്ന ചലഞ്ച് എന്താണ്, ശിഷ്യന്മാർക്ക് വരുന്ന ചലഞ്ച് എന്താണ് എന്ന് മുന്നവേ കർത്താവ് കണ്ടിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. ബട്ട് they were sleeping. അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, അവർ ഉറങ്ങുവായിരുന്നു. They were sleeping. അവർ ഉറങ്ങുവായിരുന്നു.
ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും പറയാം, എല്ലാ ഭാരവും, എല്ലാ ബേർഡൻസും, ഇങ്ങനെയുള്ള ഈ ആങ്കറൊക്കെ വരുമ്പോൾ കഴിയുന്നത് ഒഴിഞ്ഞു പോയിക്കോണം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് അവിടെ രണ്ടെണ്ണം പറയേണ്ട വരുന്ന സാഹചര്യത്തിൽ മിണ്ടാതെ ഒഴിഞ്ഞു പോകണം. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ, ചിലപ്പോൾ ദേഷ്യപ്പെട്ട് ചില കാര്യങ്ങളിലൊക്കെ മെസ്സേജൊക്കെ ആയി നമുക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നും. അവിടുന്ന് അങ്ങ് ഒഴിഞ്ഞങ്ങ് പോയിക്കോണം. ഡോണ്ട് ആൻസർ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട വരുന്ന ചില കാര്യങ്ങൾ ഡോണ്ട് ആൻസർ. നമ്മൾ ഒന്ന് ആൻസർ ചെയ്താൽ അവർ 2 ആൻസർ ചെയ്യും. നമ്മൾ 2 ആൻസർ ചെയ്താൽ 4 ആൻസർ ചെയ്യേണ്ട വരും. അതുകൊണ്ട് ഒഴിഞ്ഞു പോകും. കർത്താവ് കാണിച്ച ക്രൂശിലെ മരണത്തോളം എന്ത് ചെയ്തു? എൻ്റെ കർത്താവ് മൗനമായിരുന്നു, മിണ്ടാതെ ഇരുന്നു, പിതാവിനെ അനുസരിച്ചു. അവിടെ എബ്രായ ലേഖനം 12:3 പറയുകയാണ്, നിങ്ങൾ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുകയും. ഞാൻ പറഞ്ഞ കോപ്പി ചെയ്യാൻ പറ്റുമോ? യേശു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഒരു മനുഷ്യനെയും നിങ്ങൾ കോപ്പി ചെയ്യരുത്. എന്തെങ്കിലും കോപ്പി ചെയ്യണമെങ്കിൽ യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതം കോപ്പി ചെയ്ത്, യേശുവിന്റെ ആ കൂൾ, തന്റെ അനുസരണം, അതൊന്ന് കോപ്പി ചെയ്ത്, മാസ്റ്റർ യുവർ ഇമോഷൻസ് ഇൻ ഗോഡ്സ് വേ. നിങ്ങളുടെ ആ ഇമോഷൻസ് ഉണ്ടല്ലോ, അതിനെ ദൈവം എങ്ങനെ അതിനെ മാസ്റ്റർ ചെയ്തോ, യേശു എങ്ങനെ അതിനെ മാസ്റ്റർ ചെയ്തോ, അതുപോലെ എന്ത് ചെയ്യണം? അതിനെ മാസ്റ്റർ ചെയ്യണം. സാധിക്കുമെന്നേ. എനിക്ക് സാധിക്കാനാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നത്. എനിക്ക് നടക്കത്തില്ലെന്ന് മനസ്സിലാക്കിയാണ് ഗോഡ് ഗേവ് മീ ദ ഹോളി സ്പിരിറ്റ്. നോക്ക്, എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് പറ്റത്തില്ല. ചിലരൊക്കെ പറയുന്നത് ഞാൻ മുൻകോപിയാണ്. നിങ്ങൾ പറയും തോറും അതിന്റെ മൂർച്ച വർദ്ധിച്ചുകൊണ്ടിരിക്കും. എനിക്കും ഉണ്ടായിരുന്നു പണ്ട് ഈ സ്വഭാവം. എടുത്ത് ചാടിക്കടിക്കും. ഷീന പറയും, എന്നെ പറഞ്ഞാലും ചാടിക്കടിക്കുന്ന ഒരു സ്വഭാവം, റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം. മാനേജ് ചെയ്യാൻ പറ്റും. ഷീന വേണമായിരുന്നു ചോദിക്കായിരുന്നു, ഇപ്പൊ എങ്ങനെയുണ്ട്, എന്ത് മാറ്റമുണ്ട്? ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നു. ഭാര്യയോട് ദേഷ്യപ്പെടാത്തവരില്ല, ഭർത്താവിനോട് ദേഷ്യപ്പെടാത്തവരില്ല, അല്ലേ? അങ്ങനെയൊന്നും ആരും ഈ ലോകത്തിലില്ല. അവർക്ക് നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നമ്മുടെ പാർട്ട്ണറിനാണ്, നമ്മുടെ വീടിനാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്നത്. സോ കാരണം വി സ്പെൻഡ് മോർ ടൈം വിത്ത് ദം, അല്ലേ? അവരുടെ കൂടെയാണ് നമ്മൾ സമയം ചെലവിടുന്നത്. അവരോടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും ഇടപെടുകയും. നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന വ്യക്തികളോടായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ റിയാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ചിലർ പറയും ഞാനങ്ങ് മുൻകോപിയാണ്, എന്നെ കൊണ്ട് ചുമ്മാതെയാണ്, നുണയാണ്. അതാണ് ഏറ്റവും വലിയ നുണ എന്ന് പറയുന്നത്. ഞാൻ മുൻകോപി, എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നുണ. അതിന്റെ കാര്യം എന്നാണെന്നറിയോ? നമ്മള് ഈ ദേഷ്യം വന്ന് ഭാര്യയെ തല്ലുന്നവരുണ്ട്. കാരണം അത് തിരിച്ചടി കിട്ടുകയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് തല്ലുന്നത്. നേരെ മറിച്ച് ആ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസുകാരനെ ഇറങ്ങി തല്ലുവോ? ഞാൻ ഭയങ്കര മുൻകോപിയാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പം പുള്ളി ഞാൻ വരുന്നത് കണ്ടപ്പോഴേ എന്ത് ചെയ്തു? പുള്ളി സ്റ്റോപ്പ് കാണിച്ചു. ഉടനെ ഇറങ്ങി അടിക്കുവോ? ഉടനെ പുള്ളിയെ ചീത്ത പറയുവോ? ഒന്നും പറയത്തില്ല. എന്തുകൊണ്ടാ? വിവരം അറിയും. നമ്മൾ വിവരം അറിയും, അല്ലേ? അപ്പൊ വാസ്തവത്തിൽ ഇത് മാനേജ് ചെയ്യാൻ എന്ത് പറ്റും? എന്നെ കൊണ്ട് പറ്റും. ഏറ്റവും വലിയ നുണയാണ് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നത്. ക്രിസ്തുയേശുവിലുള്ള അതേ ഭാവം ദൈവവചനം പറയുക. നമ്മളെ തന്നെ നമുക്കൊന്ന് മാനേജ് ചെയ്യാം. പ്രാർത്ഥനയെ കർത്താവിനോട് പറയണം, ഐ നീഡ് മോർ ഗ്രേസ്. എനിക്ക് കൃപ വേണം കർത്താവ്, എനിക്ക് കൃപ തരണം. എന്റെ വാക്കിനെ കർത്താവ് കൺട്രോൾ ചെയ്യണം. നിങ്ങളുടെ അകത്തോട്ട് പോകുന്ന ഒന്നും നിങ്ങളെ അശുദ്ധമാക്കുന്നില്ല. ദൈവവചനം പറയാൻ നിന്നെ അകത്തുനിന്ന് വരുന്നത്. അപ്പൊ എന്തേ പറയാവുള്ളൂ? ശുദ്ധിയുള്ളത്, മറ്റുള്ളവർക്ക് ആത്മീയവർദ്ധന വരുത്തുന്നത്, മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് ബലം കൊടുക്കുന്നത്, മറ്റുള്ളവരെ ലിഫ്റ്റ് ചെയ്യുന്ന, ആരെയും താക്കുന്നതല്ല, മറ്റുള്ളവരെ ലിഫ്റ്റ് ചെയ്യുന്ന, ഉയർത്തുന്ന. അങ്ങനെ മറ്റുള്ളവരെ ഉയർത്തുന്ന വാക്കുകളായിരിക്കണം എന്റെയും നിങ്ങളുടെയും വായിൽ നിന്ന് പുറപ്പെടുന്നത്. ആരെയും പുട്ട് ഡൗൺ ചെയ്യുന്ന, നമ്മുടെ ഒറ്റ വാക്കുകൊണ്ട് വേണമെങ്കിൽ ഒരാളെ തകർത്ത് കളയാം, ഒരാളുടെ വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയാം, ഒരാളെ പണിയുന്നതിന് പകരം ഒരാളെ പൊളിച്ചു കളയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. ആരെയും പൊളിച്ചു കളയല്ലേ, എല്ലാവരെയും പണിയുവാൻ കർത്താവ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. എല്ലാവരെയും ബിൽഡ് ചെയ്യുന്ന, ഉത്സാഹിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന
അങ്ങനെയുള്ള വാക്കുകൾ വേണം പുറപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. അപ്പൊ യേശുവിനെ ഒന്ന് കോപ്പി ജീസസ്, രണ്ട് പ്രാർത്ഥന. അതാ ഗെത്സമനയിൽ സംഭവിച്ചത്. അങ്ങനെയാ കർത്താവിന് മാനേജ് ചെയ്യാൻ പറ്റിയത്. ശിഷ്യന്മാർക്കും മാനേജ് ചെയ്യാൻ പറ്റാഞ്ഞതും അതുകൊണ്ടാണ്. അവരുറങ്ങിപ്പോയി, അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. കർത്താവ് അവരെ കോഷൻ ചെയ്തതാണ്. ഈ ദൈവവചനം പലപ്പോഴും നമ്മളെ കോഷൻ ചെയ്യുന്നതാണ്. ഈ ദൈവവചനം നമ്മൾ വായിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നമ്മളോട് സംസാരിക്കുകയാണ്, നമ്മളെ കോഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മളത് ഇഗ്നോർ ചെയ്യുകയാണ്. അവരെ കോഷൻ ചെയ്തതാണ് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. പക്ഷെ അവരത് ശ്രദ്ധിച്ചില്ല, ചെവി കൊടുത്തില്ല. നിങ്ങൾ ഈ വചനത്തിനൊന്ന് ചെവി കൊടുത്തേ. ആ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ക്രിസ്തു യേശുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അതിന്റെ താഴോട്ട് നോക്ക്, അവൻ ദൈവമായിരുന്നിട്ട് ദൈവത്തോടുള്ള സ്വഭാവം മുറുകെ പിടിക്കണമെന്ന് വിചാരിയാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം അവന് നൽകി. നോക്ക്, അവന്റെ നാമത്തിന്റെ മുമ്പിൽ ഭൂലോകരുടെയും അധോലോകരുടെയും സ്വർലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുമെന്ന് എഴുതിയിട്ട് അതിന്റെ താഴോട്ട് എഴുതിയിരിക്കുന്ന ഭാഗം ഞാൻ വായിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അകന്നിരിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുകയും. ഞാൻ അടുത്തുള്ളപ്പം നോക്ക, പള്ളിക്കകത്ത് അനുസരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പള്ളിക്കകത്ത് അനുസരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. സഭയ്ക്കകത്തും കൂട്ടായ്മയ്ക്കകത്തും നോക്ക്, അവിടെ വളരെ താഴ്മയോടെയും ഭയത്തോടെയും ഒക്കെ നിൽക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ കർത്താവ് പറയുകയാണ്, ഞാൻ അടുത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ ദൂരത്തിരിക്കുമ്പോഴും നോക്ക്, നിങ്ങൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളം തോന്നി പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്ത്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പെറുപെറുപ്പും എല്ലാ വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. അവരുടെ ഇടയിൽ ആരെ പോലെയാ പ്രകാശിക്കേണ്ടത്? ലോകത്തിൽ ജ്യോതിസുകളെ പോലെ. നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പം മോശ സിനായ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നോക്ക്, അവിടെ കൽപ്പലക ആയിട്ട് ഇറങ്ങി വരുമ്പം ഇസ്രായേൽ മക്കള് നോക്ക്, അവരുടെ ആരാധനാ രീതി മാറി, വേറെ രീതിയിൽ അവര് ആരാധിക്കുകയാണ്. തന്റെ കയ്യിലിരുന്ന കൽപ്പല എറിഞ്ഞു പൊട്ടിച്ചു, റിയാക്ട് ചെയ്തു. അല്ലേ? എല്ലാ മനുഷ്യർക്കും ഇങ്ങനെ റിയാക്ട് ചെയ്ത് നോക്ക് ഉണ്ടായിട്ടുണ്ട്, നമുക്കും ഉണ്ടായിട്ടുണ്ട്. നമുക്കും ഉണ്ടായിട്ടുണ്ടെന്നല്ല, ഇപ്പോഴും നമ്മൾ ആരും അതിന് അധീനരായിട്ടില്ല. എനിക്കറിയാം നിങ്ങൾ ചിലപ്പം ആയിട്ടുള്ളവരുണ്ടാകാം. ഞാൻ നിങ്ങളുടെ കാര്യമല്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. നമുക്കിതിനെ ഒന്ന് മാനേജ് ചെയ്യണം. പ്രാർത്ഥിച്ചാൽ മതി, കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ മതി. ഏറ്റവും ബ്ലെസ്ഡ് വി ക്യാൻ മാനേജ് ഇറ്റ്. ഇതിനെ എനിക്കും നിങ്ങൾക്കും മാനേജ് ചെയ്യാൻ സാധിക്കും. എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മിടുക്ക് കൊണ്ടോ അല്ല, ഇതിനെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ ഞാൻ ചെയ്തെടുക്കുമെന്ന് പറഞ്ഞു. ദാറ്റ് ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്പ് യു. ഒന്ന് പ്രാർത്ഥിച്ച് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ, കർത്താവേ, ഇന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥന ഞാൻ പറയാം. ഞാൻ രാവിലെ കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, ഇന്ന് കണ്ടുമുട്ടരുതാത്ത ആരെയും ഞാൻ കണ്ടുമുട്ടരുത്. നിന്റെ പദ്ധതി പ്രകാരം അല്ലാത്ത ഒരാളോടെ കണ്ടുമുട്ടരുത്. ആരോടും അനാവശ്യമായിട്ടൊരു വാക്ക് സംസാരിക്കാൻ കർത്താവെ ഇടവരുത്തരുത്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് ഈ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. നമ്മുടെ നേരെ വരുന്നത് ചിലത് യൂടേൺ എടുത്ത് അവിടുന്ന് വിട്ടുപോകും. സോ അങ്ങനെ പ്രാർത്ഥനയിലെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്ന് പ്രാർത്ഥനയിൽ നമ്മുടെ ഇമോഷൻസിനെ, നമ്മുടെ ആങ്കറിനെ ഒക്കെ ഒന്ന് മാനേജ് ചെയ്ത് ആ ക്രിസ്തു എന്നിൽ പ്രകാശിക്കുന്ന പോലെ കർത്താവിൻ്റെ വെളിച്ചമായി, കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടിയിൽ എന്ന പോലെ, പൗലോസ് പറയുകയാണ്, കണ്ണാടിയിൽ എന്ന പോലെ പ്രതിബിംബിക്കുന്നവരായി. ആർ യു റിഫ്ലക്റ്റിംഗ് ഗോഡ്? നിങ്ങളെ കാണുന്നവർ യേശുവിനെയാണോ കാണുന്നത്? എന്നെ കാണുന്നവർ റജിയാണോ കാണുന്നത്? അതോ എന്നെ കാണുന്നവർ എൻ്റെ ജഡമാണോ കാണുന്നത്? എൻ്റെ ആത്മീയ മനുഷ്യനെ, എൻ്റെ സ്പിരിറ്റ് മാനിനെയാണോ കാണുന്നത്? കൺട്രോൾ യുവർ എമോഷൻസ്, കൺട്രോൾ യുവർ ഫിയർ, കൺട്രോൾ യുവർ ആങ്കർ,
കൺട്രോൾ യുവർ ഫ്രസ്ട്രേഷൻസ് സാധിക്കും. പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചെലവിടുന്നത്, കർത്താവിൻ്റെ വചനത്തിൽ കൂടുതൽ ആഴമായിട്ട്. ഇവിടെ നമ്മുടെ ആ വായിച്ച അവസാന വാക്യത്തിൽ പറഞ്ഞ അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്, എന്നെ പ്രമാണിക്കണം, ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. ലോകത്തിലാണ് നമ്മൾ ഈ വേണ്ടാത്ത എല്ലാം ഉള്ള ലോകത്തിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ അവരുടെ ഇടയിൽ ഞാനും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു വ്യത്യസ്തനായ വ്യക്തിയാകാൻ പറ്റും. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് വ്യത്യസ്തനാകാൻ പറ്റും. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ വ്യത്യസ്തനാകാൻ പറ്റും. എനിക്കറിയാം പലരും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ നിങ്ങളോട് ഇടപെടുമ്പം മറ്റുള്ളവരോട് ഇടപെടുന്നത് പോലെ അല്ലല്ലോ എന്ന് നിങ്ങളുടെ ഓഫീസിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവരില്ലേ? യു ആർ ഡിഫറെന്റ്. യു ക്യാരി എ ഡിഫറെന്റ് അനോയിന്റിങ്. മറ്റുള്ളവരുടെ ഉള്ളിൽ ഉള്ള അഭിഷേകം പോലെ അല്ല നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന അഭിഷേകം. നിങ്ങളുടെ അകത്തിരിക്കുന്ന മഹത്വം വേറൊരു മഹത്വത്തിലാണ് നിങ്ങൾ നടക്കുന്നത്. ചിലർ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പം എനിക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനം വരികയാണ്. അത് മറ്റൊന്നുമല്ല അതിന്റെ കാര്യം നിങ്ങളുടെ അകത്ത് വേറൊരു മഹത്വം ഇരിപ്പുണ്ട്. സോ വി ആർ ഗോയിങ് ടു പ്രേ. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ പോകും. കർത്താവിനോട് പറഞ്ഞ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ എനിക്ക് കൃപ തരണം. ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാം. ആ കർത്താവിൽ നിന്നേ കോപ്പി ചെയ്യാവൂ. കർത്താവിൽ നിന്ന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കോപ്പി ചെയ്യാവുള്ളൂ. വേറെ എവിടുന്നേലും നമ്മൾ കോപ്പി ചെയ്താൽ നമ്മൾ പരാജയപ്പെടും ജീവിതത്തിൽ. പ്രാർത്ഥനയിലെ മാത്രമേ, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി മാറിപ്പോകത്തില്ല. അവിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ വിശ്വാസം പോകുന്നതാണല്ലോ പല കാര്യത്തിനും കാര്യം. കർത്താവ് ഇതിനെ കൺട്രോൾ ചെയ്യുമെന്നും ഇതിന്റെ അകത്ത് കർത്താവ് അത്ഭുതം ചെയ്യുമെന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ പല കാര്യങ്ങളും നമ്മൾ എടുത്തിയാടുകയും റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നു. പ്രാർത്ഥനയാലും ഉപവാസത്താലും. അതാ കർത്താവ് ഗത്സമനയിൽ തന്നെ ഒറ്റയ്ക്ക്. ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കർത്താവിന് ഒരു പ്രെയർ പാർട്ട്ണർ പോലും ഇല്ലായിരുന്നു ഗത്സമനയിൽ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞവർ ഉറങ്ങുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില സമയത്ത് ആഗ്രഹിച്ചിട്ടില്ലേ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു എങ്കിൽ? അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാൻ ആഗ്രഹിച്ച സമയമുണ്ട്. ഞാൻ ഇപ്രാവശ്യം UK-ലായിരുന്നു. ഞാനൊരു ദിവസം രാവിലെ എനിക്ക് മനസ്സിൽ ഭാരം വരുന്ന ഒരു വിഷയം ഉണ്ടായി. തോമസുദ്ധാറിനെ അറിയാം. ഞാൻ തോമസുദ്ധാറിനെ വിളിച്ചു. തോമസുദ്ധാറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. തോമസുദ്ധാർ ചോദിച്ചു, എന്തേലും പ്രയാസമുണ്ടോ? ഞാൻ പറഞ്ഞു ഇച്ചിരി പ്രയാസമുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു എന്നാ കാര്യം? ഞാൻ പറഞ്ഞു ഇന്ന കാര്യമാണ് തോമസുദ്ധാറെ. എന്നെ ധൈര്യപ്പെടുത്തി. സാരയില്ല സവന എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തി കർത്താവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു സമാധാനം. ആ ബുക്ക് അടച്ചു വെച്ച പോലെ, എന്റെ പ്രശ്നത്തിന്റെ പുസ്തകം അടച്ചു വെച്ചതുപോലെ ഒരു സമാധാനം എനിക്കുണ്ടായി. അപ്പൊ ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നത് നമുക്കൊരു വലിയ അനുഗ്രഹമാണ്. ഒരു സമയത്ത് നമുക്കൊരു പ്രെയർ പാർട്ണറെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ച സമയമുണ്ട്. യേശു ആശിച്ചു അതുപോലെ. അതുകൊണ്ട് അവരോട് പറഞ്ഞു, ഉണർന്നിരുന്നു എന്ത് ചെയ്യും? നിങ്ങൾ പ്രാർത്ഥിക്കും. ആ യേശുവിന് ഒരു പ്രെയർ പാർട്ണറെ പോലും കിട്ടിയില്ല. പക്ഷെ അവിടെയും പിതാവ് ഒരിക്കലും കൈവിടത്തില്ല. ആരുമില്ലേ, യു ക്യാൻ കം അലോൺ. കർത്താവ് പറഞ്ഞ എന്നാ, നിങ്ങളുടെ തക്ക സമയത്തെ ആവശ്യത്തിന് ധൈര്യത്തോടെ കൃപാസനത്തിന് മുമ്പാകെ വന്ന് എന്നെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാം. നിങ്ങൾക്ക് തനിയെ ഇങ്ങോട്ട് വരാമെന്നേ. ആരുമില്ലേ? യു ആർ ഓൾവേസ് കണക്റ്റഡ് വിത്ത് ജീസസ്. സ്വർഗം എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി തുറന്നായിരിക്കുന്നു. എപ്പം വേണേലും അങ്ങോട്ട് കയറിച്ചല്ല. സ്വർഗീയ തലത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. നമ്മൾ സ്വർഗത്തിൽ പോകാനല്ല, സ്വർഗത്തിൽ ഓൾറെഡി ഇരിക്കുന്നവരാണ്. ഈ ഭൂമി ജീവിക്കുമ്പോൾ ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്യം പറയുന്നുണ്ട്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ഇവിടെയാ എനിക്ക് കാണാൻ മേലെന്നേ ഉള്ളൂ. എനിക്ക് അത്ര അടുത്തായത് വെച്ചിരിക്കുന്നു. യു ആർ നോട്ട് എവേ, യു ആർ സോ നിയർ. എപ്പം വേണേലും ആക്സസ് ചെയ്യാം, എപ്പം വേണേലും അവനെ തൊടാം, എപ്പം വേണേലും നിങ്ങളുടെ ഏത് ആവശ്യത്തിലും യു ക്യാൻ എംബ്രേസ് ഹിം. കർത്താവിനെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നുമ്പോൾ കർത്താവിനെ ഞാൻ കെട്ടിപ്പിടിച്ചോണം. ആരും ആശ്വസിപ്പിക്കാനില്ലേ? നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്, ബലപ്പെടുത്താൻ കഴിയുന്ന ഒരാളുണ്ട്. സോ
എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, ആ കോപമൊക്കെ താത്തങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഹെൽപ്പ് മീ ഹോളി സ്പിരിറ്റ്, എന്നെ ഒന്ന് സഹായിച്ചു. ഇന്ന് ഞാൻ തലക്കെട്ടിട്ടിരിക്കുന്നത് പുട്ട് യുവർ സോഡ് അവേ. പത്രോസ് വെട്ടി അല്ലേ? പത്രോസ് വാളെടുത്ത് വെട്ടുക ചെയ്തു. പുട്ട് യുവർ സോഡ് അവേ, ആ വാളെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. യേശു എന്നാ ചെയ്തത്? യേശു ആയിരുന്നു വാസ്തവത്തിൽ റിയാക്ട് ചെയ്തത്. യേശു ആ ചെവി എടുത്ത് വെച്ചു കൊടുത്തു. തന്നെ പിടിക്കാൻ വെച്ചവന്. അവിടുത്തെ ഏറ്റവും മനോഹരമായ കാര്യം, ഒരു സ്റ്റിച്ച് പോലും അവിടെ ഇട്ടില്ല. ഒരു സ്റ്റിച്ച് പോലും, ഒരു സർജൻ ആണെങ്കിൽ അവര് സർജറി ചെയ്തിട്ട് സ്റ്റിച്ച് ഇടും. എന്നാൽ യേശു ആ ചെവി അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് പോലും ഇട്ടിട്ട് എങ്ങനെയായിരുന്നു ആദിയിലിരുന്നത് അതുപോലെ അതിരുന്നു. വെൻ ഗോഡ് ഡസ് സംതിങ് അങ്ങനെയായിരിക്കും. എന്റെ കർത്താവ് റിപ്പയർ അല്ല ചെയ്യുന്നത്, ഹി ഓൾവേസ് റിസ്റ്റോഴ്സ്. നോക്ക്, ആ കുഷ്ഠരോഗി, 10 കുഷ്ഠരോഗികൾ എതിർപ്പെട്ടു കർത്താവിന്, അല്ലേ? ഞങ്ങളെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നീ പോയി പുരോഹിതനെ കാണിക്കാൻ വന്നു. പക്ഷെ പോയ വഴിയിൽ ഒരുത്തൻ പെട്ടെന്ന് അയ്യോ തന്നെ സൗഖ്യമാക്കിയവനെ കുറിച്ച് ഓർത്തപ്പോൾ ഓടി കർത്താവിന്റെ അടുത്തോട്ട് മടങ്ങി വന്നു. കർത്താവ് അവനോട് പറയാണ്, ബി ഹോൾ, നീ പൂർണ്ണനായി തീരും. അപ്പൊ ഒരു പാട് പോലും ഇല്ലാതെയാണ് കർത്താവ് സൗഖ്യമാണ്. മറ്റേ 9 പേര് പോയവർ അവരവിടെ ചെന്നപ്പോൾ കുഷ്ഠമൊക്കെ ഉണങ്ങി, പക്ഷേ വിരല് പകുതിയേ ഉള്ളൂ, മൂക്ക് പകുതിയേ ഉള്ളൂ, ചെവിയുടെ ഒരറ്റം പോയിട്ടുണ്ട്. പക്ഷേ ഇവൻ സൗഖ്യമായപ്പോഴോ ഒരു പാട് പോലും ഇല്ലാതെ. ബിഹോൾ, കർത്താവ് പറഞ്ഞു, നീ പൂർണ്ണനായി തീരും. അപ്പൊ ആ പൂർണ്ണത കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ആ ചെവി വെച്ച് കൊടുത്തപ്പോൾ അവിടെ സ്റ്റിച്ച് പോലും ഇട്ടില്ല. സാറിന് ഇടേണ്ടതല്ലേ, ചുമ്മാ എടുത്ത് ഇങ്ങനെ താഴെ നിന്നെടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു. അതുപോലെ ചില കാര്യങ്ങൾ ഇന്ന് ചില വീടുകൾക്കകത്ത് ചില റെസ്റ്റോറേഷൻസ് നടക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാം. ഹി ഈസ് ഗോയിങ് ടു റിസ്റ്റോർ യുവർ ഹോം. നിങ്ങളുടെ വീടുകളെ റിസ്റ്റോർ ചെയ്യാൻ, നിങ്ങൾക്ക് ആ വിഷയം വന്നതുപോലെ പോലും തോന്നാത്തതുപോലെ എൻ്റെ കർത്താവ് നിങ്ങളുടെ ഭവനത്തെ ഉണ്ടാക്കും. ഞാനൊരു ദൂതായിട്ട് നിങ്ങളോട് പറയാം. ചില ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ വിഷയത്തിന്റെ അകത്ത് വലിയ ദൈവപ്രവൃത്തി നടക്കും. അവിടെ കർത്താവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. നിങ്ങൾ തകരത്തില്ല, നിങ്ങൾ ഉടഞ്ഞു പോകത്തില്ല, നിങ്ങൾ വീണു പോകത്തില്ല. ബിക്കോസ് ഗോഡ് ഈസ് ഓൺ യുവർ വേ. വിളിച്ചങ്ങ് എൻ്റെ വീട്ടിൽ, ഞാൻ ഇന്നലെ പറഞ്ഞു, എൻ്റെ വീട്ടിലോട്ട് സ്വാഗതം എന്ന് പറഞ്ഞു. ജീസസ് കം ഇൻ ടു മൈ ഹോം. യേശു വീടിന്റെ നായകൻ എന്ന് ബോർഡ് എഴുതി വെച്ചാൽ പോരാ, പറയണം. എൻ്റെ കർത്താവിന് കേൾക്കാനാണ് ഇഷ്ടം. വാതിൽക്കൽ നിന്ന് മുട്ടുവാ കർത്താവ്, തുറന്നു കൊടുക്കണം. കം ഇൻ, വിളിച്ചാൽ മതി, വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മാസ്റ്റർ യുവർ ആങ്കർ, നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ ഫ്രസ്ട്രേഷൻസ്, അങ്ങനെയെല്ലാം ഇന്ന് പ്രാർത്ഥിച്ച് ഹാവ് എ പേഴ്സണൽ പ്രയർ. ഇത് വ്യക്തിപരമായി പ്രാർത്ഥന. ഞാൻ ഈ പ്രാർത്ഥന ഇവിടെ ലീഡ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, എനിക്ക് കൃപ തരണം. നന്നായിട്ടില്ല, അപ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ ലഭിച്ചുവെന്നോ ഞാൻ തികഞ്ഞുവെന്നോ ഒന്നും ഞാൻ നിരൂപിക്കുന്നില്ല. എനിക്കും അത് കിട്ടാമോ എന്ന് കരുതി ഞാൻ ഓടുന്നത് മാത്രമേ ഉള്ളൂ. കർത്താവെ, ഞങ്ങൾ ആ സംസാരിച്ച വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുക. എവിടെയെങ്കിലും ഞങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ ആകുലതകളെയും ഞങ്ങളുടെ ഭയത്തെയും ഞങ്ങളുടെ ദേഷ്യത്തെയും എല്ലാം സ്വർഗം എടുത്തു മാറ്റുന്നതിനായി സ്തോത്രം. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിലോട്ട് ഇറങ്ങുന്നതിനായി സ്തോത്രം. അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. കൃപ ഞങ്ങളുടെ ഉള്ളിൽ കർത്താവ് പകരണമേ. ഞങ്ങൾക്ക് എന്ത് വേണമെന്ന് കർത്താവിന് നല്ലവണ്ണം അറിയാം. ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ അവിടുന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന കർത്താവാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലാണ് ഞങ്ങൾക്ക് റിപ്പയറിങ് ആവശ്യം, ഞങ്ങൾക്ക് റിസ്റ്റോറേഷൻ ആവശ്യം എന്ന് കർത്താവിന് നല്ലവണ്ണം അറിയാം. കർത്താവെ, ആ മേഖലകളെ എൻ്റെ കർത്താവ് റിസ്റ്റോർ ചെയ്യുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വീടുകളെ അനുഗ്രഹിക്കുകയാണ്, അവരുടെ കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു, അവരുടെ സമ്പത്തിനെ അനുഗ്രഹിക്കുന്നു, അവരുടെ ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നു, അവരുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ എല്ലാ നിറവിനോളം നിന്റെ മക്കൾ നിറഞ്ഞു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിൽ കർത്താവെ നിറയട്ടെ, ദൈവകൃപയിൽ അവര് നിറയട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. അവരുടെ സമ്പത്ത്, അവരുടെ ആരോഗ്യം, അവരുടെ ഹൃദയ സമാധാനം, ആ
പീസ് നഷ്ടപ്പെടുമ്പോഴാണല്ലോ കർത്താവ് ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. സൂപ്പർ നാച്ചുറൽ പീസ്, ഡിവൈൻ പീസ്, ദ പീസ് ദാറ്റ് സർപാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. കർത്താവ് സർവ്വബുദ്ധിയും കവിയുന്ന ആ ദൈവിക സമാധാനം ഹൃദയങ്ങളിൽ വാഴേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുകയാണ്. താങ്ക് യു ജീസസ്. അവിടുന്ന് അത്ഭുതമാക്കുന്നതിനായി സ്തോത്രം. താങ്ക് യു മൈ ഫാദർ. അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സോ മാസ്റ്റർ യുവർ ആങ്കർ ഇൻ ഗോഡ്സ് വേ. കർത്താവ് എങ്ങനെ അതിനെ മാസ്റ്റർ ചെയ്തോ അതുപോലെ അതിനെ മാസ്റ്റർ നോക്ക്. പുട്ട് യുവർ സോഡ് അവേ. നിങ്ങൾ ആ വാൾ എന്ത് ചെയ്ത്, ആ പത്രോസ് എടുത്ത് വാള് വെട്ടിയ പോലെയല്ല, ആ വാൾ എന്ത് വാൾ ഒറേ തന്നെ ഇട്ടത്. അതവിടെ ചുമ്മാ ഇരിക്കട്ടെ, ലെറ്റ് ഇറ്റ് റെസ്റ്റ്, അവിടെ ഇരിക്കട്ടെ. എൻ്റെ ഈ ദേഷ്യത്തിന്റെ വാളൊക്കെ അവിടെ ഇരിക്കട്ടെ. സോ കർത്താവ് ധാരാളം ധാരാളം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. ലെറ്റ് ഇറ്റ് ബി എ ബ്ലെസ്സിംഗ് ടു മെനി പീപ്പിൾ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. God bless you. God bless you. We love you in Jesus' name. Amen.